ലോകം ഒരു പന്തോളം ചുരുങ്ങിയ ആവേശ പോരാട്ടത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടായിരുന്നത്. ആ ആവേശ പോരാട്ടത്തിനൊപ്പം കണ്ണൂർ വിഷനും കണ്ണങ്കണ്ടിയും ചേർന്നു. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരാകും എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് 1000-ലധികം ശരി ഉത്തരങ്ങൾ വന്നു. ആ ശരി ഉത്തരത്തിൽ നിന്നും നറുക്കെടുത്ത് കണ്ണങ്കണ്ടിയും കണ്ണൂർ വിഷനും നൽകുന്ന ആ സമ്മാനം, ആ വിജയി ആരാണ് എന്ന് നമുക്കിപ്പോൾ അറിയാം. അതിൻ്റെ നറുക്കെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. 20 പേരാണ് ശരിയുത്തരം നൽകിയിട്ടുള്ളത്. ആ 20 പേരുടെ പേരുകളും ഫോൺ നമ്പറും ഒക്കെയാണ് ഇതിലുള്ളത്. അതിൽ നിന്ന് ഒരാളെ നമ്മൾ വിജയായി പ്രഖ്യാപിക്കും. അതിനുള്ള നറുക്കെടുപ്പാണ് നമ്മുടെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് സച്ചിൻ അതിൻ്റെ നറുക്കെടുപ്പ് നടത്തും. അതിലേക്ക് നമുക്ക് പോകാം. സ്പെയിൻ പറഞ്ഞത് പി പ്രജീഷാണ്. അതിൻ്റെ ഫോൺ നമ്പർ അടക്കമുണ്ട്. നമുക്ക് അതിലേക്ക് ഇപ്പോൾ തന്നെ ഒരു കോൾ ചെയ്യാം. വിളിക്കൂ. ഹലോ, പ്രജീഷ് എന്ന് പറഞ്ഞ ആളല്ലേ? പ്രജീഷ് എന്ന് പറഞ്ഞ ആളല്ലേ? ഞങ്ങൾ കണ്ണങ്കണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂർ വിഷനുമായിട്ട് ചേർന്നിട്ട് നമ്മളൊരു വേൾഡ് കപ്പ് പ്രവചന മത്സരം ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കൂപ്പൺ പൂരിപ്പിച്ചിട്ടിരുന്നോ? ഓൺലൈനായിട്ട് പൂരിപ്പിച്ചിട്ടിരുന്നോ? ഓക്കെ. നിങ്ങൾക്കാണ് നമ്മളിതിലെ സമ്മാനം അടിച്ചിരിക്കുന്നത്. അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എപ്പോഴാ വന്ന് കളക്ട് ചെയ്യാൻ പറ്റുക? കണ്ണൂരാണ്. കണ്ണൂർ കണ്ണങ്കണ്ടി. ഈ ഫോൺ നമ്പറുമായിട്ടാണ് വരേണ്ടത്. നിങ്ങളുടെ സ്ഥലം എവിടെയാണ് വരുന്നത്? തൃക്കരിപ്പൂരാണ്. ഓക്കെ, ഈ ഫോണുമായിട്ടാണ് നിങ്ങൾ വരേണ്ടത് കേട്ടോ. ID കാർഡിൻ്റെ ഒരു കോപ്പി എന്തെങ്കിലും കൈ പിടിച്ചേക്കൂ. അപ്പോൾ പി പ്രജീഷാണ്, തൃക്കരിപ്പൂർ സ്വദേശിയാണ്. അദ്ദേഹവുമായാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം ഇവിടെ വന്ന് സമ്മാനം എന്തായാലും കളക്ട് ചെയ്യും. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രവചന മത്സരത്തിലേക്ക് പോകുമ്പോൾ ലോകകപ്പ് ഫുട്ബോളാണ്. അതിൻ്റെ ആവേശത്തിനൊപ്പം നമ്മളെല്ലാവരും ചേർന്ന് സഞ്ചരിച്ചു. അതിലൊരു സമ്മാനം ഒരാൾക്ക് സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ വലിയൊരു ചാരിതാർത്ഥ്യമായി മാറുന്നത്. എന്താണ് ആ സന്തോഷം, എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ഒട്ടനേകം ആളുകൾ വളരെ ആരവത്തോടെയും ആവേശത്തോടെയും കണ്ട വേൾഡ് കപ്പ് കണ്ണങ്കണ്ടി അതിൻ്റെ ഒരു നല്ല ഭാഗമായിരുന്നു. ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളിലും അതിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു. ഇത്തരം പ്രവചനങ്ങളും മത്സരങ്ങളും ഈ ഇത്തരം മത്സരങ്ങളുടെ ആവേശം ജനങ്ങളിലേക്ക് ഒരുപാട് വർദ്ധിപ്പിക്കും. അതിൻ്റെ ഭാഗമായി ഇതിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങൾ ഈ ഓണം ഓഫറുകളും അതേപോലെ തന്നെ ഓണാശംസകളും അറിയിക്കുകയാണ്. കണ്ണങ്കണ്ടി ഓണത്തിനും സമ്മാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഓണത്തിന് അതിവിപുലമായ സമ്മാന പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ലക്കി ഡ്രോ എന്നതിനേക്കാൾ ഉപരി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പുള്ള സമ്മാനം, അതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും അട്രാക്ഷനായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതും നല്ല സമ്മാനങ്ങൾ, കാശ് വർത്തായ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഈ വർഷം ഓരോ പ്രോഡക്റ്റിൻ്റെ കൂടെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ വണ്ടർ തണ്ടർ ഓഫറിലൂടെ നിസാൻ ഗ്രാവിറ്റ് കാർ 3 എണ്ണം ഞങ്ങൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ ഈ പരിപാടി കണ്ടക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പുണ്ട്. അതിൻ്റെ ഫസ്റ്റ് നറുക്കെടുപ്പ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഇവിടെ വെച്ച് ഇപ്പം നടക്കാൻ പോവുകയാണ്. ഓണത്തോടൊപ്പം സമ്മാനത്തിൻ്റെ പെരുമഴയുണ്ട്. തീർച്ചയായും ഓണത്തിന് എല്ലാവർക്കും കൈനിറയ സമ്മാനവും അതേപോലെ തന്നെ ഏറ്റവും നല്ല ക്യാഷ് ഡിസ്കൗണ്ടുകൾ, മാർക്കറ്റിലെങ്ങും കിട്ടാത്ത ക്യാഷ് ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായിട്ടാണ് നമ്മൾ കണ്ണങ്കണ്ടി ഒരുങ്ങി ഈ ഓണം എല്ലാവർക്കും വേണ്ടി. സാധാരണ കണ്ണൂർക്കാർ ഞങ്ങൾക്ക് ആവേശമായ സ്വീകരണം നൽകിയിട്ടുണ്ട്. അത് തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. കണ്ണൂർക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് ഡിസ്കൗണ്ടുകളും നൽകുന്നുണ്ട്.
ഇതിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ നമ്മുടെ CEO കണ്ണൂർ വിഷൻ CEO ജയരാജ് വലിയൊരു ആവേശമായിരുന്നു. ഓൺലൈനിലാണ് നമ്മൾ ഇതിൻ്റെ എൻട്രികളൊക്കെ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ വലിയ ആവേശത്തോടു കൂടി തന്നെ ആളുകൾ ഇതിലേക്ക് വന്നു. ഇതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത് സ്പെയിനൊന്നും ആദ്യം ആരും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. അർജൻറ്റീന, ഫ്രാൻസൊക്കെ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും ശരിയുത്തരം നിരവധി ഉണ്ടായി. കണ്ണൂർ വിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തര കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രാദേശിക ചാനലാണ് കണ്ണൂർ വിഷൻ. എങ്കിലും നമ്മളുടെ വാർത്തകൾക്കപ്പുറത്തേക്ക് ഒരുപാട് സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസം, ആരോഗ്യം പോലെയുള്ള കാര്യങ്ങളിലോട് എപ്പോഴും നമ്മൾ ചാനലിൻ്റെ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് പോയിട്ടുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പ്രാദേശിക വാർത്താ ചാനലാണെങ്കിൽ കൂടി നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കണ്ണൂർ വിഷൻ വിദ്യാഭ്യാസ പുരസ്കാരം പോലെയുള്ള സാധനങ്ങൾ ചെയ്യും. അതുപോലെ ഇപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ഈ വർഷത്തെ നിയമസഭാ ഇലക്ഷനിൽ വന്നത്. അതിൽ കണ്ണൂർ വിഷൻ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രവചന മത്സരം ഓൺലൈനായി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലോകകപ്പ് മത്സരവും നമ്മൾ നടത്തിയത്. അതിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ട് വന്നപ്പോഴും അതിൽ 20 പേര് സ്പെയിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഓൺലൈനിലാണ് നമ്മൾ ഈ കോമ്പറ്റീഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുവഴി വന്നിരിക്കുന്ന 20 പേരിലാണ് ഒരു ഭാഗ്യശാലിയെ നമ്മളിപ്പോൾ നറുക്കിട്ടെടുത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം കണ്ണങ്കണ്ടിയായിട്ട് കണ്ണൂർ വിഷൻ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ണങ്കണ്ടി ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നതിൽ കണ്ണങ്കണ്ടിയോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ കണ്ണൂർ വിഷൻ്റെ സൈഡിൽ നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. സമ്മാനം എന്താണ്? സമ്മാനം ഒരു സ്മാർട്ട് TV ആണ്. കണ്ണങ്കണ്ടി സ്പോൺസർ ചെയ്യുന്ന ഒരു സ്മാർട്ട് TV ആണ്. അത് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം. അതിന് നമുക്കൊരു ഫംഗ്ഷൻ ഏർപ്പാടാക്കാം. തീർച്ചയായിട്ടും ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ നറുക്കെടുപ്പിൽ കണ്ടതുപോലെ തൃക്കരിപ്പൂർ സ്വദേശിയായിട്ടുള്ള ഒരാൾക്കാണ് വിളിച്ച് സംസാരിച്ച പ്രകാരം കിട്ടിയിരിക്കുന്ന പ്രജീഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇവിടെ വന്ന് സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ അതൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ കൈമാറുന്നതായിരിക്കും. നമ്മളോടൊപ്പം കണ്ണങ്കണ്ടിയുടെ മാനേജിംഗ് പാർട്ണർ സെയിം കൂടി ചേരുന്നുണ്ട്. വലിയ ആവേശത്തോടു കൂടിയാണ് ലോകകപ്പ് ഫുട്ബോളിനെ നമ്മൾ വരവേറ്റത്. ആ ആവേശം ഇങ്ങനെ ഓരോ ആളുകളും അതിൻ്റെ ഭാഗമാകുമ്പോഴാണ് ആവേശം 10 മടങ്ങ് വർദ്ധിക്കുന്നത്. അപ്പോൾ കണ്ണൂർ വിഷനും കണ്ണങ്കണ്ടിയും ചേർന്നൊരുക്കിയ ആ പ്രവചന മത്സരത്തിലെ വിജയെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഓണം സീസണാണ്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ നടക്കുകയാണല്ലേ? അതെ തീർച്ചയായും. ഇപ്പം എല്ലാവർക്കും അറിയാം, നമുക്ക് 4 വർഷത്തിൽ കൂടുമ്പോൾ വരുന്ന ഒരു ആഘോഷമാണ് ഈ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും അതിൽ ഇപ്പം പുരുഷൻ സ്ത്രീയെന്നോ അല്ലെങ്കിൽ പ്രായമധ്യേ എല്ലാവരും എന്താ പറയുക, ലോകത്തിലെ എല്ലാവരും ഒരുപോലെ നോക്കിക്കാണുന്നൊരു ഇവൻ്റാണ് ഫിഫ വേൾഡ് കപ്പ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ സമയത്ത് കണ്ണൂർ വിഷനുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനൊരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ തന്നെ ആദ്യമായിട്ട് വളരെ സന്തോഷമുണ്ട്. അതും ഇത്രയും പേര് പങ്കെടുത്തിട്ടും കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ആകെ 20 പേരേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതാണ് അൺസർട്ടനിറ്റിയാണ് അതിൽ. അപ്പോൾ അതിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് നമുക്ക് ഒരു ഫ്രാൻസിനൊപ്പം അർജന്റീനക്കൊപ്പം ഒക്കെ ആയിരുന്നു അധികം എൻട്രി. അതെ, ഏറ്റവും കൂടുതൽ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് അർജന്റീന ആയിരുന്നു. അർജന്റീനയൊപ്പം തന്നെ ഫ്രാൻസും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാം മറ്റേ പ്രതീക്ഷകൾക്കപ്പുറമാണ് സ്പെയിന് വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. അപ്പം ഭാഗ്യവശാൽ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലധികം സന്തോഷം, കാരണം കണ്ണൂരിനുള്ള ഒരു കസ്റ്റമർ തന്നെയാണ്. അപ്പം ഇതിൽ ഇനിയും അങ്ങോട്ടേക്ക്, ഇതിപ്പോൾ നമ്മൾ വേൾഡ് കപ്പിൻ്റെ മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഓരോ ഇവൻറ്റിലും നമുക്ക് കണ്ണൂർ വിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിലും ഇങ്ങനത്തെ കോൺടെസ്റ്റുകൾ ഇതിലൊക്കെ പങ്കെടുക്കാൻ കണ്ണങ്കണ്ടി മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓണത്തിനും സമ്മാനങ്ങളുടെ പെരുമഴയാണ്. ഓണം അല്ലെങ്കിലും എല്ലാ വർഷവും കണ്ണങ്കണ്ടി എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് ഏറ്റവും പ്രൈസ് ഡിസ്കൗണ്ടിൽ നല്ല ഗിഫ്റ്റുകളായിട്ടാണ് കസ്റ്റമേഴ്സിന് നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളത്. പിന്നെ ബമ്പർ സമ്മാനമായിട്ട് 3 നിസാൻ്റെ മാഗ്നൈറ്റ്. കണ്ണങ്കണ്ടി കോടികളുടെ കാര്യം പറഞ്ഞൊന്നും ആളുകളുടെ ഇത് ഞങ്ങൾ കണ്ണങ്കണ്ടിയുടെ മെയിൻ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഉള്ളതേ പറയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും കസ്റ്റമർക്ക് കൊടുക്കുന്നു. അത് കൃത്യമായി തന്നെ നല്ലൊരു വേദിയിൽ വെച്ച് തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് ആ ഗിഫ്റ്റുകൾ കൈമാറുകയും ചെയ്യുന്നുള്ള ചരിത്രമാണ് കഴിഞ്ഞ വർഷങ്ങളോളായിട്ട് നമ്മൾ ചെയ്തു പോരുന്നത്. അത് ഈ വർഷവും അതിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. നമ്മളൊരു കാര്യം നമ്മളൊരു കസ്റ്റമേഴ്സിന് ഓഫർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് ഓണത്തിന് എന്ത് നമുക്ക് ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ടും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം. അതല്ലേ എല്ലാം? വിശ്വാസം തന്നെയാണ് എല്ലാം. അതെ ശശിയേട്ടാ, കണ്ണങ്കണ്ടിയുമായുള്ള ഒരു എന്ത് ഫംഗ്ഷൻ നടത്താനും അതിൽ ശശിയേട്ടനുണ്ടാവും. എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? എന്താണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ മുതൽ സുരേഷ് ചേട്ടനും അതുപോലെ തന്നെ പ്രീതിക്കായിട്ടുള്ള ബന്ധം ഞാനുണ്ടായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഏതൊരു ചടങ്ങുണ്ടാകുമ്പോൾ ആദ്യം വിളിച്ചറിയിക്കുന്നത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ ലോഞ്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്.
ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ വിഷൻ്റെ മനോജ് മൈലിനെ ഒരു കണ്ണൂരിലെ ബെസ്റ്റ് വാർത്താ അവതരണത്തിൻ്റെ ഒരു അവാർഡും കൂടി പ്രഖ്യാപിച്ചത് കണ്ണങ്കണ്ടിക്ക് എൻ്റെ ഒരു കാരണക്കാരനായി ഞാനാണ്. കാരണം അതിന്നും തുടർന്ന് ആ ബന്ധം കണ്ണൂർ വിഷനും അതുപോലെ തന്നെ കണ്ണങ്കണ്ടിയും തമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറെ സന്തോഷമുണ്ട്. വരുന്ന ഓഫറുകൾ പിന്നെ വസീം പറഞ്ഞതുപോലെ പറഞ്ഞ ഓഫറുകളൊക്കെ തന്നെ ഒരിക്കലും അത് യാഥാർത്ഥ്യമാക്കുന്നുള്ളതാണ് കണ്ണൂരുടെ ഒരു വിശ്വാസ്യത. അതുകൊണ്ട് ഒരിക്കലും അത് പൊയ്വാക്കുകളല്ല, വാഗ്ദാനങ്ങളാണ് ഇവിടെ നിറവേറ്റപ്പെട്ടത്. അത് ഈ ഓണത്തിലും തുടർന്നും ഉണ്ടായിരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.